കൊല്ലം പന്മന സ്വദേശി വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിച്ച സംഭവത്തിൽ മതിയായ ചികിത്സ ലഭിച്ചിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി. ആരോപണ വിധേയരായ ഡോക്ടർമാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ആവശ്യപ്പെട്ടത്. ഡോക്ടർമാർ തീർച്ചയായിട്ടും ഇത് അന്വേഷിച്ചെങ്കിലേ പറ്റൂ. കാരണം ഇനി വേറെ എന്തായാലും എനിക്ക് നഷ്ടം എന്നത്തേക്ക് ഒരു നഷ്ടം തന്നെയാണ്. ഇനി വേറെ ഒരാൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ഇതിനിടെ വേണുവിന് മതിയായ ചികിത്സ നൽകിയിട്ടുണ്ടെന്നാണ് കാർഡിയോളജി വിഭാഗം മേധാവിയുടെ പ്രതികരണം. വേണുവിനെ ആശുപത്രിയിൽ എത്തിച്ചത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണെന്നും അതുകൊണ്ട് തന്നെ ക്രിയാറ്റിൻ ലെവലും ബ്ലഡ് പ്രഷറിന്റെ ലെവലും കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് മറ്റു ദിവസങ്ങളിൽ മരുന്നുകൾ മാത്രം നൽകിയതുമെന്നാണ് അദ്ദേഹം ഇന്ന് വിശദീകരിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു. വന്നു കഴിഞ്ഞ് 24 മണിക്കൂറിന് കഴിഞ്ഞിട്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് ഞങ്ങൾ ആ പ്രോട്ടോകോൾ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ. ആ പ്രോട്ടോകോൾ നോക്കി വേണ്ട എല്ലാ ചികിത്സയും കൊടുത്തു എന്നാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. കേരളത്തിന്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്നും അതുകൊണ്ട് തന്നെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെച്ച് പുറത്തു പോകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ആരോഗ്യമന്ത്രി അവരെ ഈ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം തേടിയ റിപ്പോർട്ടുകളുടെയും കിട്ടിയ റിപ്പോർട്ടുകളുടെയും ഒരു സമാഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ അത് മൂല്യങ്ങൾ വരും. സത്യത്തിൽ ആരോഗ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കരുത്. പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ ചികിത്സയും വേണുവിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നൽകിയിട്ടുണ്ടെന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് പിഴവുകൾ ഉണ്ടായിട്ടില്ല എന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സൂചിപ്പിച്ചു. DMO തലത്തിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.